കേരളത്തിൻ്റെ ചരിത്രത്തിൽ പല സംസ്കാരങ്ങളുടെയും ജീവിത രീതികളുടെയും ഒക്കെ സാന്നിധ്യം കാണാനും അവയൊക്കെ തന്നെയും ഇവിടെ ഒത്തൊരുമിക്കുന്ന ഒരു വലിയ സംസ്കാര സമ്പ്രദായത്തിനും തുടക്കം കുറിച്ചെന്ന് പറയാം. ചരിത്രമെടുത്തു നോക്കിയാൽ കേരളത്തിലെ മനുഷ്യരൊക്കെ തന്നെയും പിന്തുടർന്നു പോന്നിരുന്നത് ദ്രാവിഡ സംസ്കാരത്തെ ആസ്പദമാക്കിയുള്ള ജീവിത സമ്പ്രദായങ്ങളും മതാചാരങ്ങളും ഒക്കെയായിരുന്നു. കാലക്രമേണ ഈ ദേശത്തേക്ക് ഉത്തരേന്ത്യയിൽ നിന്നും മറ്റു വിദേശങ്ങളിൽ നിന്ന് പോലും പല മതാശയങ്ങൾ കടന്നു വരികയുണ്ടായി. അപ്രകാരം വിദേശത്ത് നിന്ന് കടന്നു വന്ന പിൽക്കാലത്ത് ഒരു പ്രധാനപ്പെട്ട മതമായി മാറിയ ക്രിസ്തു മതത്തിൻ്റെ കേരളത്തിലെ ചരിത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ക്രിസ്തു മതത്തിൻ്റെ ചരിത്രമൊക്കെ നാം നിലവിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്തു മതത്തിൻ്റെ ഉത്ഭവത്തിനപ്പുറം ആദ്യ നൂറ്റാണ്ടുകളിൽ, അതായത് AD 3-4 നൂറ്റാണ്ടുകൾ വരെയെങ്കിലും റോമിലൊക്കെ ക്രിസ്തുമത അനുയായികൾ കടുത്ത രീതിയിൽ തന്നെ അടിച്ചമർത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. മറ്റൊരർത്ഥത്തിൽ ആ കാലം വരെയും ക്രിസ്തു മതത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നില്ല എന്നത് തന്നെ. എന്നാൽ ഈ ഒരു കാലത്തിനുമൊക്കെ മുന്നേ തന്നെ, അതായത് AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രിസ്തുമതം കേരളത്തിലെത്തി എന്നാണ് പറയപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മതത്തിൻ്റെ ആശയങ്ങൾ കടന്നു വരാൻ ഇടയാക്കിയത് സ്വാഭാവികമായും പല ദേശങ്ങളുമായുള്ള വാണിജ്യ ബന്ധങ്ങൾ തന്നെയായിരുന്നു. BC കാലഘട്ടത്തിൽ തന്നെ കേരളത്തിന് ഗ്രീസ്, റോം തുടങ്ങിയ നിർണായക മേഖലകളുമായി പോലും വാണിജ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. AD 52-ൽ സെയിൻറ്റ് തോമസ് മുസിരിസിനടുത്തുള്ള മാലിയങ്കര എന്ന സ്ഥലത്ത് കപ്പിലിറങ്ങിയെന്നും ആ മേഖലകളിലുണ്ടായിരുന്ന ഒട്ടേറെ ബ്രാഹ്മണ കുടുംബങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യിച്ചെന്നും മാലിയങ്കര, പാലയൂർ, കോട്ടക്കാവ്, കൊക്കമംഗലം, നിരണം, കൊല്ലം, നിലയ്ക്കൽ എന്നിവിടങ്ങളിലായി 7 പള്ളികൾ സ്ഥാപിച്ചെന്നും ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. സെൻറ്റ് തോമസിനോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു കഥ കേരളത്തിലെ ക്രിസ്ത്യാനികൾ പൊതുവെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും തെളിവുകൾ തേടുന്ന ആധുനിക ചരിത്രകാരന്മാരിൽ അധിക പേരും ഇതിന് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഇല്ല എന്ന അഭിപ്രായക്കാരാണ്. AD 68-ൽ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങിയ ജൂതന്മാർ സൂക്ഷിച്ചിട്ടുള്ള വിവരണങ്ങളിൽ കൊടുങ്ങല്ലൂരിലെ ക്രൈസ്തവ സമുദായത്തെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട്. AD 2-ാം നൂറ്റാണ്ട് കാലത്ത് കേരളം സന്ദർശിച്ച പാന്തയനസ് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ളതും ഒക്കെ നോക്കിയാൽ ആ കാലത്ത് തന്നെ ഇവിടെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് കാണാവുന്നതാണ്. പുറമേ നിന്ന് വന്നതാണെങ്കിലും ക്രിസ്തു മതത്തിൻ്റെ പ്രചാരം കേരളത്തിൽ പടർന്നത് അതിവേഗമായിരുന്നു എന്ന് പറയാം. AD 345 കാലത്ത് ബാഗ്ദാദ്, നിനേവെ, ജെറുസലേം തുടങ്ങിയ മേഖലകളിലെ 7 ഗോത്രങ്ങളിൽപ്പെട്ട 72 കുടുംബങ്ങളിൽ നിന്നുള്ള 400ഓളം സിറിയൻ ക്രിസ്ത്യാനികൾ തൊമ്മൻ എന്ന കച്ചവടക്കാരൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് കുടിയേറി പാർക്കുകയുണ്ടായത്രേ. അപ്രകാരം ഇവിടുത്തെ ക്രിസ്ത്യാനികളും വർദ്ധിച്ചു തുടങ്ങി. AD 325-ൽ സ്ഥാപിതമായ കുറവിലങ്ങാട് പള്ളിയും AD 375-ൽ സ്ഥാപിതമായ ഇടപ്പള്ളി പള്ളിയും AD 450-ൽ സ്ഥാപിതമായ അങ്കമാലി പഴയ പള്ളിയുമെല്ലാം ആ കാലത്തെ ക്രിസ്തുമതത്തിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളാണ്. പല എഴുത്തുകളിൽ നിന്നും അക്കാലത്തെ ക്രിസ്ത്യാനികൾ ഈ നാട്ടിലെ വ്യാപാരത്തിൽ പ്രാമുഖ്യം നേടിയിരുന്നതായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണമേഖലകളിലടക്കം ഇവർക്ക് പ്രാധാന്യവും ആനുകൂല്യങ്ങളുമൊക്കെ വർദ്ധിക്കുന്നതിനും ഈ ഒരു പ്രാമുഖ്യം കാരണമായി. AD 6-ാം നൂറ്റാണ്ട് കാലത്ത് കേരളം സന്ദർശിച്ചിട്ടുള്ള ബൈസൻ്റൈൻ മേഖലയിൽ നിന്നെത്തിയ സന്യാസിയായിരുന്ന കോസ്മോസ് ഇൻഡിഗോപ്ലുസ്തസ് ഈ നാട്ടിലെ ഒരു ക്രിസ്ത്യൻ പള്ളിയെപ്പറ്റിയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. സ്ഥാണുരവി ചേര ചക്രവർത്തിയായി ഭരണം നടത്തുന്ന കാലത്ത് വേണാട്ടിലെ നാടുവാഴിയായിട്ടുള്ള അയ്യനടികൾ തിരുവടികൾ പുറപ്പെടുവിച്ച തരിസാപ്പള്ളി ചെപ്പേടിൻ പ്രകാരം കൊല്ലത്തെ ക്രിസ്ത്യാനികൾക്ക് നൽകപ്പെട്ട നിരവധി ആനുകൂല്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഭിന്നരായിരുന്നെങ്കിലും സമൂഹ ജീവിതത്തിൽ പ്രബലരായിരുന്ന ഉയർന്ന ഹിന്ദുക്കളുടെ ജീവിതത്തിന് സമാനമായ സ്ഥാനവും മാന്യതയും നൽകിയിരുന്നതായും കാണാം. എന്നാൽ ഇതോടൊപ്പം തന്നെ തരിസാപ്പള്ളി ശാസനത്തിലെ ജാതി വേർതിരിവുകളെയും അടിമത്ത സമ്പ്രദായങ്ങളെയും കൂടി കാണാവുന്നതാണ്. ക്രിസ്ത്യൻ പള്ളി പണിയുന്നതിനായി സ്ഥലവും ഒപ്പം ആളുകളെയും കൂടി അന്ന് നൽകുന്നുണ്ട്. 4 കുടി ഈഴവരെയും 1 വണ്ണാക്കുടിയെയും കൃഷി ചെയ്യുന്നതിനായി 4 കുടി വെള്ളോരെയും ദാനം ചെയ്യുന്നതായും ഇവർക്കാവശ്യമുള്ള കരമൊക്കെ തന്നെയും ദാനം ചെയ്യുന്നതായും പറയുന്നുണ്ട്. പള്ളിക്കാർ വാങ്ങുന്ന അടിമകൾക്ക് അടിമക്കാശ് ഈടാക്കാൻ പാടുള്ളതല്ല എന്നും പറയുന്നുണ്ട്. ആ കാല സമൂഹ ജീവിതത്തിൻ്റെ ചിത്രം കൂടി ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. പിന്നീട് 1225-ൽ വീരരാഘവ ചക്രവർത്തി എഴുതി കൊടുത്ത വീരരാഘവ പട്ടയമനുസരിച്ച് മഹോദയപുരത്ത് ഒരു ക്രിസ്ത്യൻ കച്ചവടക്കാരന് ഒട്ടേറെ സ്ഥാനമാനങ്ങളും മണിഗ്രാമം എന്ന കച്ചവട സംഘത്തിൻ്റെ നായക പദവുമൊക്കെ നൽകിയതായി പറയുന്നുണ്ട്. ചുരുക്കിയാൽ വാണിജ്യത്തിൽ അധിഷ്ഠിതമായി ക്രിസ്ത്യാനികൾ ഇവിടെ ഉയരുകയും
ഒരു പരിധിവരെയെങ്കിലും ആ കാലത്തുണ്ടായിരുന്ന ഉയർന്ന ഹിന്ദുക്കളുടേതിന് സമാനമായ സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളുമൊക്കെ ഇവർക്കും ലഭിച്ചു എന്നും പറയാം. അതുകൊണ്ട് തന്നെ ക്രിസ്തുമതം അതിവേഗം ഇവിടെ വളരുകയും ക്രൈസ്തവ സഭ ഈ നാട്ടിലെ സുസംഘടിതമായ സ്ഥാപനങ്ങളിൽ ഒന്നായി തീരുകയുമുണ്ടായി. പള്ളികളുടെ സംഘടനയിലും ആചാരങ്ങളിലുമൊക്കെ ആ കാലത്ത് കേരള സംസ്കാരത്തിൻ്റെ സ്വാധീനവുമൊക്കെ ചേർന്ന് നിന്നു. ആദ്യകാലത്തെ ക്രിസ്ത്യാനികളെ പൊതുവെ സിറിയൻ ക്രിസ്ത്യാനികൾ എന്നാണ് വിളിച്ചിരുന്നത്. അതിന് കാരണം മതവിധികൾക്ക് അവർ സിറിയൻ ഭാഷ ഉപയോഗിച്ചതാണെന്ന് കാണാം. മധ്യകാലത്ത് കൊല്ലത്ത് വന്നെത്തിയ ലത്തീൻ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തന ഫലമായി ആരാധനയ്ക്ക് ലത്തീൻ ഭാഷയും ഉപയോഗിച്ചു തുടങ്ങി. 1498 പോർച്ചുഗീസുകാർ കേരളത്തിലെത്തുകയും ഇവിടെ പുതിയൊരു ഭരണക്രമത്തിന് തന്നെ തുടക്കമിടുകയും ചെയ്തല്ലോ. ഏതായാലും അവരുടെ രാഷ്ട്രീയ ശക്തി ഉറയ്ക്കുകയും അവർ ഇവിടെ നിർണായകമാവുകയും മതപരമായ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തതോടെ ലത്തീൻ ഭാഷയിലുള്ള പ്രാർത്ഥന കൂടി പ്രാധാന്യമേറിയതും സ്ഥിരവുമായ ഒരു ഘടകമായി മാറുകയുണ്ടായി. അതിനെ തുടർന്നാണ് കേരളത്തിലെങ്ങും ലത്തീൻ കത്തോലിക്കരുടെ എണ്ണം വർദ്ധിച്ചത്. തീരപ്രദേശങ്ങളിൽ ലത്തീൻ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ സമുദായം തന്നെ ഉയർന്നു വരികയുണ്ടായി. സെയിൻറ്റ് സേവിയറിൻ്റെ പ്രവർത്തനങ്ങളും ഉദയംപേരൂർ സുനഹദോസുമൊക്കെ കേരള സഭയെ ലത്തീൻ സഭയാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഉദയംപേരൂർ സുനഹദോസും കൂനൻകുരിശ് പ്രതിജ്ഞയുമൊക്കെ മറ്റൊരു ഭാഗത്തിൽ ഏതായാലും പറയാമെന്ന് തോന്നുന്നു. 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ കേരളത്തിലെ പോർച്ചുഗീസ് ശക്തി എന്നാൽ തകരുകയും ആ വിടവിലേക്ക് ഡച്ചുകാർ കടന്നു വരികയുമുണ്ടായി. പിന്നീട് റോമിലെ പോപ്പിൻ്റെ ആധിപത്യം അംഗീകരിച്ചിരുന്ന ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ആ ഒരു ബന്ധം വിടുകയും തദ്ദേശീയരായ മതാധിപതികളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയുമുണ്ടായി. സ്വതന്ത്രമായി പ്രവർത്തിച്ചു തുടങ്ങിയ ഇവരെ അന്ത്യോഖ്യയിലെ യാക്കോബായ പാത്രിയാർക്കീസിൻ്റെ അംഗീകാരം നേടുകയും അങ്ങനെ കേരളീയ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പുതിയൊരു ശാഖ രൂപം കൊള്ളുകയുണ്ടായി. പഴയ കൂറ്റുകാർ കേരളീയ സുറിയാനികളെന്നും പുത്തൻ കൂറ്റുകാർ ഓർത്തഡോക്സ് സുറിയാനികളെന്നുമുള്ള പേരിലാണ് പിന്നീട് അറിയപ്പെട്ടത്. പിന്നീട് ഈ മേഖലകളിലൊക്കെ തന്നെയും ഇംഗ്ലീഷുകാർ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ലണ്ടനിലെ ചർച്ച് മിഷൻ സൊസൈറ്റി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കുറേ കാലം സിറിയൻ പുരോഹിതന്മാരും CMS മിഷണറിമാരും പരസ്പരം സഹകരിച്ചു. കാലക്രമേണ ഇവർ തെറ്റുകയും സ്വന്തം നിലയിൽ പ്രവർത്തിക്കാനുമൊക്കെ തുടങ്ങി. ഇവരുടെ ശ്രമഫലമായാണ് ആംഗ്ലിക്കൻ സഭയൊക്കെ രൂപം കൊള്ളുന്നത്. CMS മിഷണറിമാരുടെ സ്വാധീന ശക്തിയിൽപ്പെട്ട ചില സുറിയാനി പുരോഹിതന്മാർ സുറിയാനി പള്ളികളിൽ ആരാധനാ ഭാഷയായ സുറിയാനിക്ക് പകരം മലയാളം ഏർപ്പെടുത്തുക തുടങ്ങിയ പല പരിഷ്കരണങ്ങൾക്ക് വേണ്ടി വാദിക്കുകയുണ്ടായി. അത് ഒരു സംഘട്ടനത്തിലേക്ക് പതിയെ കടഞ്ഞു വന്നു. അപ്രകാരം പരിഷ്കരണവാദികൾ മാരാമണ്ണിലെ എബ്രഹാം മാൽപ്പൻ്റെ നേതൃത്വത്തിൽ മാർത്തോമ സിറിയൻ സഭ സ്ഥാപിച്ചു. ഏതായാലും AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ സാന്നിധ്യമുറപ്പിച്ച ക്രൈസ്തവ സഭ പിന്നീടുള്ള നൂറ്റാണ്ടുകളിൽ പല ശാഖകളായി പിരിഞ്ഞു എന്ന് കാണാവുന്നതാണ്. കേരളത്തിലെ ക്രിസ്തുമതത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിവേഗം വളർന്ന ഒരു മതമായി ഇതിനെ കാണാവുന്നതാണ്. ഒപ്പം ആ വളർച്ചയ്ക്ക് എല്ലായ്പ്പോഴുമുള്ള വിഭജനം അല്ലെങ്കിൽ ശാഖകളായി പിരിയുന്നത് ദേശീയമോ വിദേശീയമോ ആയ സ്വാധീന ശക്തികൾക്ക് വഴിപ്പെട്ടിട്ടാണ് എന്നുകൂടി കാണാവുന്നതാണ്. 1962 സാർവത്രിക സഭയുടെ 20-ാം വത്തിക്കാൻ സുനഹദോസ് ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കുകയുണ്ടായി. അതാത് രാജ്യങ്ങളുടെയും ദേശങ്ങളുടെയും സാംസ്കാരിക വിഷയങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ സഭാപ്രവർത്തനവും ആരാധനാ രീതികളും കൊണ്ടുവരണം എന്നുള്ളതും അന്യമതങ്ങളിലെ സ്വീകാര്യമായ അംശങ്ങൾ ഉൾക്കൊള്ളണം തുടങ്ങി പല നിർദ്ദേശങ്ങളും വരികയുണ്ടായി. അതിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കാർഷിക, വ്യാവസായിക, വാണിജ്യ രംഗങ്ങളിലൊക്കെ ക്രൈസ്തവ സമുദായം മികച്ച നേട്ടങ്ങൾ സൃഷ്ടിച്ചു എന്ന് കാണാവുന്നതാണ്. കാലങ്ങളുടെ ചരിത്രത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് അവർ നടപ്പിൽ വരുത്തിയ പല കാര്യങ്ങളും നിർണായകം തന്നെയാണ്. LMS, CMS, ബേസൽ മിഷൻ ഇവയുടെയൊക്കെ പ്രവർത്തനമാണ് കേരളത്തിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടത് എന്നുകൂടി പറയാം. അച്ചടി വിദ്യയുടെയും പത്രമാസിക പ്രവർത്തനത്തിൻ്റെയും തുടക്കവും ഇത്തരം മേഖലകളിൽ നിന്ന് തന്നെയായിരുന്നു. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം എടുത്തു നോക്കിയാൽ ചവിട്ടുനാടകം, മാർഗം കളി തുടങ്ങിയ പല കലകളും ക്രൈസ്തവ സമുദായത്തിൻ്റെ സംഭാവനകളാണ്. ഏതായാലും കേരളത്തിൻ്റെ അംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രൈസ്തവ സമുദായം കേരളത്തിൻ്റെ ഭാഗമായി മാറുകയുണ്ടായി എന്ന് പറയാവുന്നതാണ്.